ഞാനൊരു ചില കഴിഞ്ഞൊന്ന് പരിചയപ്പെടാൻ പ്രാർത്ഥന നിർത്തിയല്ലേ തോന്നുന്നു. ഇടയ്ക്ക് ക്ലാസ്സിന് പോയി മാസാണെന്ന് എന്തായാലും ആൾ കുറവായതുകൊണ്ടാണോ അല്ലെങ്കിൽ ഞാൻ മൈൻഡ് അടച്ചിട്ടാണോണ്ടാണോ എന്തായാലും പ്രശ്നമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട യുവദാസിനെ ഞാൻ പരിചയപ്പെട്ടു. തന്നെ പരിചയപ്പെടുന്നു. തൻ്റെ വൈഫ് നമ്മുടെ തിരുവല്ല ടൗൺ ചർച്ച മെമ്പറാണെന്ന് ഇപ്പോൾ പറഞ്ഞു. പൊതു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നത് 15 മിനിറ്റ് സമയം തന്നെ പരിചയപ്പെടുത്തി അനുബന്ധിച്ച് സംസാരിക്കുകയും ചെയ്യും. അതിനുവേണ്ടി പ്രധാനപ്പെട്ട സമയത്തോടെ ക്ഷണിക്കാൻ വളരെ താല്പര്യത്തോടെ പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ആകാശം ഭൂമി ഉണ്ടാക്കി ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, 2025 വർഷം ജനുവരി മാസം 12-ാം തീയതി വെള്ളിയാഴ്ച ഞങ്ങൾക്ക് ദാനം നൽകിയ കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ഇന്നിയോടെ ഞങ്ങൾ ഉള്ളംകൈയിൽ വഹിച്ച് ഞങ്ങൾ മരുഭൂമി യാത്രയിൽ ജീവനും ഭക്തിക്കും വേണ്ടത് നൽകി ദാനമായി നൽകി എൻ്റെ വൻ കൃപയോർത്ത് ദയോർത്ത് അങ്ങനെ വിശ്വസിയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വീടാതോടെ ഞങ്ങളെ സൂക്ഷിച്ച് തന്നെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആഴത്തോടെ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള ആ കർത്താവായ യേശു മക്കളായി തീരുവാൻ അങ്ങോട്ട് പ്രാർത്ഥിപ്പാൻ അങ്ങേ മഹത്വപ്പെടുത്തുവാൻ അങ്ങനെ വേലക്കാരായി ചെയ്യുന്നതൊക്കെ ഞങ്ങളെ കർത്താവ് സഹായിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽ ഞങ്ങൾക്ക് നൽകപ്പെട്ട ആയുസ്സിനായി സ്തോത്രം, ആരോഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന ദൈവസ്ഥലി കടന്നു വന്ന് അല്പജനമായി ഞങ്ങൾക്ക് അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാൻ വിവിധ വിഷയങ്ങളൊക്കെ പ്രാർത്ഥിപ്പാൻ അങ്ങനെ ആത്മാവ് ഞങ്ങളെ സഹായിക്കുന്ന എല്ലാ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്ത് അങ്ങാണ് നട്ടത് അങ്ങ് കാവിത്തതോടെ വളർത്തുമാർക്ക് കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ ഹിതപ്രകാരം സകലവും അങ്ങ് ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അതിനോടൊത്ത് വഴങ്ങിച്ചേരുവാൻ അതാവേശം ഞങ്ങളെ സഹായിക്കണമേ, അത് മനസ്സിലാക്കും ഗ്രഹിപ്പാൻ അങ്ങയുടെ ആത്മാവിക കൃപ നൽകണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവസഭ നയിപ്പണ ദാസനെ താക്കുരികോസ് പാസ്റ്ററേയും തന്റെ കുടുംബത്തെ കത്ത് ആക്കി വെച്ച് കൃപയ്ക്കായി സ്തുതിക്കുന്നു. താവേ ആവശ്യങ്ങളെല്ലാം ദൈവിക ആലോചന താവേ നിയോഗം അങ്ങനെ താവേ ആത്മാവ് തക്ക സമയങ്ങളിൽ നൽകുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന തന്നോട് ചേർന്ന് ദൈവസഭയെ ഈ ദേശത്തെ പിടിച്ചടക്കുവാൻ അത് അവർക്ക് കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എല്ലാ കൃപകൾക്കായി പ്രിയർക്കായി ഞങ്ങൾ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അറിയോ താവേ കടന്ന ദൈവത്തിനായി സ്തോത്രം. വരാൻ സാധിക്കാതെ ഭവനങ്ങൾ രോഗികളായിരിക്കുന്നതായി പ്രാർത്ഥിക്കുന്നു, ജോലിക്ക് വേണ്ടി പോയവർക്കായി പ്രാർത്ഥിക്കുന്നു, വിദ്യാഭ്യാസത്തിൽ പോയ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആത്മസ്ഥാനത്തവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കേരളം വിട്ടും കേരളത്തിൽ താവേ മറ്റുള്ള രാജ്യങ്ങളായിരിക്കുന്ന ദൈവമക്കൾക്കായി സ്തോത്രം, വേലക്കാർക്കായി സ്തോത്രം ചെയ്യുന്ന അവർ ജോലിയും അവർ വേല എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ പ്രവർത്തിക്കായി സ്തോത്രം. ഇന്ന് പകൽ വെള്ളിയാഴ്ച പ്രാർത്ഥനയായി നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ അതാവേ ലോകമ്പാടും നടത്തുന്ന എല്ലാ ആത്മീയ കൂട്ടങ്ങളെ അത് ഓൺലൈൻ ആയിക്കോട്ടെ, ഭവനങ്ങളായിക്കോട്ടെ, സഭകളായിക്കോട്ടെ, കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. അല്പസം ദൈവസന്നിധി ഇരിക്കുന്ന ഞങ്ങൾക്ക് അനുഗ്രഹം വിടുതലായി തീർക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനായി സ്തോത്രം, അനുഗ്രഹീഷനായി സ്തോത്രം. ആത്മീയമായി ഭൗതികമായി സാമ്പത്തികമായി ശാരീരമായി അങ്ങനെ ദാസൻ കുടുംബത്തിൽ ദൈവസഭയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ചില വൻകാര്യങ്ങൾ ദൈവാത്മാവിൽ ചെയ്യുവാൻ, ദൈവത്തോണി ചെയ്യുവാൻ ഈ നാളുകളിൽ ഈ പുതിയ വർഷം ഞങ്ങളെ സഹായിക്കുന്നു അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കടന്നതല്ല ദൈവമക്കൾക്കും യേശു ക്രിസ്തുനാമത്തിന്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു. ദൈവസഭയെ ആത്മാ നിയോഗത്താൽ കർത്താവ് ദൈവസഭയെ സ്വതം സഭ ഇടയനായി ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവദാസനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ സ്തോത്രം കൃപയിൽ ആശ്രയിച്ച് അത് കർത്താവ് ചെയ്യിപ്പിക്കുന്ന എല്ലാ ക്രിയകളെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഞാനിവിടെ ആദ്യമായിട്ടാണ് പ്രൈസ് ദി ലോർഡ് എന്നാൽ പാസ്റ്റർ സാക്ഷ്യം പറഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത് അത് ഈ സഭയാണെന്ന്. ഞങ്ങൾ വിവരം കേട്ടെങ്കിലും വേറെ സഭയെന്നാണ് എൻ്റെ ചിന്തയിൽ. IPC-കാർ പറഞ്ഞ് IPC-യിലെ ഒരു സഭയിലെ വിശ്വാസിയെന്ന് പറഞ്ഞത്. എവിടെയായിട്ട് സ്തോത്രം എന്തായാലും കർത്താവ് സഹായിക്കാനെങ്കിൽ ചേട്ടാ ഞാനും കുമ്മനാട് ഒരു ദേവദാസന് കൂടെ പോകാൻ വേണ്ടി ഇരുന്നതാണ്. പക്ഷേ ആ ദേവദാസൻ വന്നില്ല. സോ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഈ വഴിക്ക് സ്ഥലം അറിയില്ല, പോകുന്ന വഴിക്ക് പുല്ലാട് ഭാഗത്തൊരു ഷാരോൻ്റെ സഭ റോഡ് സൈഡിൽ ബോർഡുണ്ട്, അത് കണ്ട് പോയിക്കണം. വെള്ളിയാഴ്ച പ്രാർത്ഥന മുടക്കണ്ടല്ലോ അവിടെ, കാരണം അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും. മാത്രമല്ല വേറെ സാഹചര്യം ഇല്ലായിരുന്നു. അങ്ങനെ എന്തായാലും കർത്താവ് ഇവിടെ എത്തിച്ചായ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ ദൈവമക്കളോട് ചേർന്ന് അല്പസമയം ദൈവസ്ഥലി ആരിപ്പാൻ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ സാവകാശം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഒന്നുകൊണ്ട് വിഷയങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ചിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പേര് രാകേഷ്, സ്വദേശം ആലുവയാണ്. എൻ്റെ ഭാര്യയുടെ പേര് ശോശാമ്മ, തിരുവല്ലക്കാരിയാണ്. തിരുവല്ല ടൗൺ സഭയിൽ ടൗൺ സഭയിൽ മെമ്പറായിരിക്കുന്നു. സ്വന്തം കർത്താവ് കഴിഞ്ഞ 21 വർഷമായി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. കർത്താവ് വായിക്കുന്ന ഇടങ്ങളൊക്കെ
കടന്നു പോകാൻ കർത്താവ് സഹായിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഈ എൻ്റെ ഭാര്യയുടെ ദേശത്തും എൻ്റെ ഭാര്യയുടെ ജില്ലയിലും ആദ്യമായിട്ടാണ് ഈ 21 വർഷത്തിൽ ഞങ്ങൾ വന്ന് പ്രവർത്തിക്കുന്നത്. കാരണം ഇത് പെന്തക്കോസ്തിന് ആസ്ഥാനമായതുകൊണ്ട് ഇവിടെ വരേണ്ട ആവശ്യം, പ്രവർത്തിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ എന്ന് ഇത്ര നാൾ ഞാൻ വിചാരിച്ച് എൻ്റെ ചിന്താഗതികൾക്ക്, മാനുഷിക ചിന്താഗതികളെല്ലാം തകിടം മരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം കർത്താവ് ഞങ്ങൾ ഓടുമാറാക്കിയെന്ന ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ഒരു അനുഭവം കർത്താവ് കൊണ്ടുവന്നു ഈ ദേശത്ത്. ഇവിടെ വന്നപ്പോഴാണ് വടക്കൻ ഇന്ത്യയോ അല്ലെങ്കിൽ വടക്കൻ കേരളത്തിലെ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് ദേശത്തിനെക്കാട്ടും അല്ലെങ്കിൽ അതുപോലെ വരണ്ട ഒരു ദേശമായി തീർന്നു എന്ന് കണ്ട് അനുഭവിക്കാൻ സാധിച്ചു. ക്ഷമിക്കണം. സ്തോത്രം. എൻ്റെ ഭാര്യയും കൂടി തിരുവരക്കാരി ആ ഹെഡ് ഓഫീസിലെ ആളാണ്. സ്തോത്രം. അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വിഷമം ഉള്ള കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഭാര്യ കുത്തും, നീ ശാരംകാരായിട്ടും നിങ്ങൾ തിരുവല്ല ആസ്ഥാനമായിട്ടും ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ ആയിപ്പോയല്ലോ എന്ന്. അത് ഇവിടെ മാത്രമല്ല, പൗലോസ് സ്ഥാപിച്ച സഭകളിലും അവരെല്ലാം പോയി. ഇന്ന് ആ ദേശം, ഏഷ്യ മൈനർ എന്ന് പറയുന്ന ദേശം ഇന്ന് ടർക്കി എന്ന് പറയുന്ന രാജ്യമാണ്. അത് മുസ്ലിം രാജ്യമാണ്. പൗലോസ് സ്ഥാപിച്ച സഭകൾ, സുവിശേഷം അറിയിച്ച സഭകൾ, അത്ഭുതം അടയാളം ചെയ്ത ആ ദേശം പിന്നീട് ഇപ്പോൾ മുസ്ലിം രാജ്യമായിട്ട് ആണ്ടുകളായിട്ട് ഇരിക്കുക. അത് ദൈവത്തിൻ്റെ പ്രവൃത്തി. പക്ഷേ കർത്തനാസൻ ഓർപ്പിച്ചോലെ താൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ വാക്യം എന്നോട് ഇടപെട്ടപ്പോഴാണ് ഇടപെട്ടതും സ്തോത്രം വാക്യം ഓർപ്പിച്ചതും പാസ്റ്റർ ആ വാക്യം പറയുകയും ചെയ്തു. നിങ്ങളുടെ ദൈവം എവിടെ ഇന്ന് അന്നും പറഞ്ഞു, ഇന്നും ചോദിക്കുന്നു. സ്തോത്രം. ഒരു പനി നമുക്ക് വന്നാൽ നമ്മൾ ചോദിക്കുന്നത് നിങ്ങളുടെ ദൈവം എവിടെയെന്നാണ്. പനി വരാൻ പാടില്ലേ? സ്തോത്രം. പനി വരും. പഴയ നിയമത്തിലായിക്കോട്ടെ പുതിയ നിയമത്തിൽ കഷ്ടകാലത്ത് ഏറ്റവും അടുത്ത തുണ യേശു താൻ തന്നെ പറഞ്ഞു, ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. കാരണം വരുവാനുള്ള ലോകത്തിലാണെങ്കിൽ അവിടെ ദുഃഖമില്ല, മരണമില്ല, കണ്ണുനീരില്ല, ഒന്നുമില്ല, പ്രാർത്ഥന പോലും ഇല്ല. കാരണം നാം പ്രാർത്ഥിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ. കർത്താവ് അത് അനുഭവിച്ചു. പക്ഷെ അവിടെ പോയ ഒരു ആവശ്യവും ഇല്ല. പരീക്ഷയില്ല. സ്തോത്രം. പരീക്ഷകൾ ഇല്ല. സ്തോത്രം. ഭാരങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് ലഭിക്കുന്ന സമയം പ്രാർത്ഥിച്ച് അതേ നേടാൻ വേണ്ടി, എന്ത് പ്രാർത്ഥന, ആത്മാവിൽ ചില കാര്യം നേടാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമ്മളെ ആക്കി വെച്ച് കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവാത്മാവ് ഓർപ്പിച്ച ഒരു എന്നോടും കൂടി ആയിട്ട് ആ ഒരു വെളിപ്പാട് ഞാൻ സമർപ്പിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കുപ്പി, നമ്മൾ എന്താ സെൻറ്റിൻ്റെ കുപ്പി പോലെ ഞാൻ പോലും കാണാത്ത, എല്ലാം ഞാൻ കണ്ടിട്ടില്ലെങ്കിലും നല്ല ഒരു അങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു കുപ്പി. ആ കുപ്പി അതിനകത്ത് സെൻറ്റും ഉണ്ട്, പൊട്ടിച്ചിട്ടില്ല. മാത്രമല്ല സ്തോത്രം, ദൈവാത്മാ കാണിച്ചാൽ മുഴുവൻ പൊടി പിടിച്ചിരിക്കുക. പക്ഷേ എന്നാൽ ഒരു അല്പം നനവുള്ള തുണിയെടുത്ത് തുടച്ചാൽ ആ പൊടി മാറി അതിൻ്റെ ചില്ല് നല്ല ഭംഗിയായി തീരും, കാണാനും ഭംഗി. അതുകൊണ്ട് വചനം പറയും, ഞാൻ നിന്നെ വിലയേറിയവനായിട്ട് കണ്ടിരിക്കുന്നു. പ്രൈസ്. കാരണം വലിയവനായ ദൈവമാണ് നമ്മളെ വിളിച്ച് വേർതിരിച്ച്. നാം നിസ്സാരക്കാരല്ല. അല്പം നമുക്ക് തോന്നിയാലും നാം സർവ്വശക്തനായ ദൈവത്തിന് മക്കളാകുന്നു, ദൈവ മക്കളാകുന്നു. ഞങ്ങൾ ദൈവദാസന്മാർ, അതേ സ്വതന്ത്രിയ കർത്താവിന് വേലക്കാർ അല്ലെങ്കിൽ കൂട്ടുവേലക്കാരാകുന്നു. പ്രൈസ് ലോർഡ്. അത് ചെറിയ കാര്യമല്ല, ചെറിയ വേലയായിരിക്കും, ചെറിയ സഭയായിരിക്കും നമ്മുടെ കണ്ണിൽ. പക്ഷെ ദൈവമാണ് നമ്മളെ ആക്കി വെച്ചത്. ദൈവത്തിൻ്റെ ആത്മാവാണ് വിളിച്ച് വേർതിരിച്ചത്. സ്വർഗീയ വിളിയാൽ, പരമ വിളിയാൽ, വിശുദ്ധ വിളിയാൽ നമ്മളെ വിളിച്ച് വേർതിരിച്ചത്. അത് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ള അല്ല, നല്ല പ്രയോജനമുള്ളതായി തീരാൻ വേണ്ടിയാണ്. പൗലോസ് ഫിലോമോനും അതേ ലേഖനം എന്ന് പറയാണ്, അതേ മുമ്പേ നീയും ഞാനും എല്ലാം എന്താണ് പ്രയോജനം ഇല്ലാത്തവർ. പണമുണ്ടെന്ന് പറഞ്ഞാലും സ്ഥാനമാനം ഉണ്ടെന്ന് പറഞ്ഞാലും പൗലോസ് പറയാണ്, ഞാൻ പ്രയോജനമില്ലാത്തവൻ. പക്ഷെ എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ആത്മാവിന്റെ ശക്തിയാൽ ദൈവം ആകർഷിച്ചപ്പോൾ എന്നെ ഇപ്പോൾ, നമ്മളെ ഇപ്പോൾ നല്ല പ്രയോജനമുള്ളതാക്കി തീർക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതെ. അതുകൊണ്ട് ഈ ദിവസങ്ങൾ, ഈ പുതിയ വർഷം കർത്താവിന് വേണ്ടി ആ കുപ്പിയിലുള്ള ഹല്ലേലൂയ സ്വച്ഛ ജലമാംസ തൈലം എന്ന് പറയുന്ന പോലെ ആ കുപ്പി മുഴുവൻ തുടച്ചെടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളതായി തീരുവാൻ. സുഗന്ധം അകത്തുണ്ട്, പുറമെ കാണുമ്പോൾ നല്ലൊരു കുപ്പി, ആകർഷിക്കുന്ന കുപ്പി കാഴ്ച കൊണ്ടും അത് ഉള്ളിൽ പ്രൈസ് ലോർഡ് ആ സുഗന്ധമുണ്ട് അല്ലേ. നമ്മളെ കാണുമ്പോൾ നമ്മളെ മാനുഷ്യമായി കാണുമ്പോൾ കേട്ടോ, അല്ലാതെ നമ്മളെ കാണുമ്പോൾ നമുക്ക് ഭംഗിയും കാര്യങ്ങളൊന്നും ആൾക്കാർ പറയും. കാരണം സ്വർണ്ണമാനം ഇല്ലാത്തതുകൊണ്ട് ഭംഗിയില്ല. പക്ഷേ സ്വർണ്ണമാല ഇല്ലാത്തവർക്കാണ് ഭംഗി കൂടുതൽ എന്ന് അവർക്കറിയില്ല. കാരണം അവർ ഭരിക്കുന്നത് വേറെ ആത്മാവാണല്ലോ. സ്തോത്രം. ദൈവം നമ്മളെ ഒന്നുമില്ലാതെയാണ് സൃഷ്ടിച്ചത്, ഉടുപ്പോലും ഇല്ല. സ്തോത്രം.
ദൈവസന്നിധിയിൽ ദൈവത്തിന് ആത്മാവിൻ്റെ അതേ കൃപയാൽ നമ്മുടെ സൃഷ്ടിയോർത്ത് സ്തോത്രം ചെയ്ത് ആ സൃഷ്ടികർത്താവിനെ ആത്മാവിനെ ആരാധിപ്പാൻ നമുക്ക് നൽകുന്ന കൃപയോർത്ത് സൗഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒന്ന് രണ്ട് വാക്യങ്ങൾ വേഗത്തിൽ ഓർപ്പിച്ച് ഈ വർഷത്തേക്ക് ദൈവാത്മാവ് എനിക്ക് നൽകിയ വചനം വളരെ കാണാപ്പാടുള്ള വാക്യമാണ്. സ്വതെങ്കിലും അത് ഞാനും ഓർത്ത് കർത്താവ് ഈ വാക്യം ഞാനും അല്ലാതെ എല്ലാ ദൈവമക്കളും പറയുന്ന കാര്യമാണ്, ഞാൻ തന്നെ പറയുന്ന കാര്യം, നമുക്ക് അനുഭവിക്കുന്ന കാര്യം. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ഉള്ളടക്കം അല്ലെങ്കിൽ ഒന്നും കൂടി ഒരു ആഴമായ ഒരു ചിന്ത അന്നാണ് ദൈവാത്മാ തന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. സ്തോത്രം. പൗലോസ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന് 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 9 വരെ വാക്യങ്ങൾ അല്ലെങ്കിൽ 9-ാം വാക്യം മാത്രം പറയുന്നത്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. പ്രൈസ് ദി ലോർഡ്. അത് പൗലോസ് താൻ ഈ തൻ്റെ രോഗത്തിന് വേണ്ടി തൻ്റെ പ്രയാസത്തിന് വേണ്ടി താൻ പറയും ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അവിടെ തന്നെ അതിന് 2-ാം വാക്യം പറയാണ്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ 3 വട്ടം ഈ വേദന മാറിപ്പോവാൻ പ്രാർത്ഥിച്ചു. പക്ഷേ താൻ സമ്മതിക്കുന്നു ഇത് സാത്താൻ്റെ ദൂതനാകുന്നു. അത് പലപ്പോഴും സമ്മതിക്കാത്ത കാര്യമാണ്. അയ്യോ സാത്താൻ്റെ ദൂതനോ, ഞാൻ ദൈവത്തിൻ്റെ മകനാ, ഞാൻ വെളിപ്പാട് പ്രാപിച്ച മനുഷ്യനെ, എന്നെ ഇങ്ങനെ സാത്താൻ്റെ ദൂതൻ? പക്ഷേ എല്ലാ സ്തോത്രം പാസ്റ്റർ പറഞ്ഞ ആ കാര്യത്തോട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കഷ്ടം വരുമ്പോഴാണ് നാം മേലോട്ട് നോക്കുന്നത്. മറ്റുള്ളവർക്ക് കഷ്ടം വരുമ്പോൾ നാം അവരെ വിധിക്കാനും അവരെ പഴിക്കാനും അല്ലെങ്കിൽ അവരെ വിലയിരുത്തുവാൻ നമ്മളിരിക്കുമ്പോൾ ദൈവാത്മാവലിയ പറയുന്ന നമ്മോട് മാത്രമല്ല സകല വിശുദ്ധന്മാരോടും അതേ ഓർപ്പിക്കുന്ന കാര്യം, ആത്മാവിൽ ഓർപ്പിക്കുന്ന കാര്യം, അത് എന്നെ തന്നെ ശുദ്ധീകരിപ്പാൻ. പ്രൈസ് ദി ലോർഡ്. ഒരു വിശ്വാസി കുടുംബത്തിൻ്റെ മരണം ഒരു വിശ്വാസിൻ്റെ മരണമായിക്കോട്ടെ, അതിൽ ഞാനും കൂടി കാരണം ഞാനും കൂടിയാണ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരു സഭയിൽ പോയപ്പോൾ അവിടെ ഈ മന്ദബുദ്ധിയായ ഒരു കൊച്ചുണ്ടായിരുന്നു. കൊച്ചെന്ന് തന്നെ 23 വയസ്സായതിന്, പക്ഷേ മന്ദബുദ്ധിയാണ്. അവിടെ ആ സഭയിൽ വലിയ സഭയിൽ സ്തോത്രം, കോഴഞ്ചേരി ടൗണിൽ വലിയൊരു സഭയിൽ മൂപ്പനാണ്. സുശേഷ വേലയിൽ മുമ്പന്തി നിൽക്കുന്നവരാണ്, ധാരാളം പണം വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. പക്ഷേ ഈ കൊച്ചിങ്ങനെയായി. അപ്പം ഞാൻ ആദ്യമായി കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വേദന തോന്നി. പിന്നെ ദൈവാത്മാവ് ഓർപ്പിച്ച കാര്യം ഞാൻ അവരോടായിട്ട് തന്നെ പറഞ്ഞു, സ്തോത്രം, ആ കൊച്ചിൻ്റെ അങ്ങനത്തെ അവസ്ഥ ഞാൻ എൻ്റെ പ്രാർത്ഥന കുറവും കൂടി ആകുന്നു. ആദ്യമായിട്ട് ആ സഭയിൽ പോവുക. പക്ഷെ ഞാൻ സമ്മതിച്ചു, എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥന കുറവാണ് അങ്ങനെ സംഭവിച്ചത്. എന്നാൽ മറുവശം ഒന്നുണ്ട്, അതേ നമ്മുടെ ജീവിതത്തിൽ ചില മുള്ളുകളുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മളെ ശുദ്ധീകരിപ്പാൻ, നമ്മളെ ആത്മാവിൽ ബലപ്പെടുത്തുവാൻ, നമ്മളെ അതിൽ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടങ്ങളുള്ളത്. സ്തോത്രം. പൗലോസ് ഇവിടെ വെളിപ്പാട് ആണ്ടുകളായിട്ട് ഉൽപ്പത്തി 1 മുതൽ വെളിപ്പാട് അവസാനം 22-ാം അധ്യായം വരെ ദൈവം കൊടുത്ത വെളിപ്പാടുകൾ ഒരു മനുഷ്യന് പൂർണ്ണമായ ഒരു വെളിപ്പാടും കൊടുത്തിട്ടില്ല. ഭാഗമായിട്ടാണ് ഓരോ കാര്യം വെളിപ്പെടുത്തിയത്. പൗലോസ് സമയം വന്നപ്പോൾ ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നു, എൻ്റെ കൃപയുണ്ട്, കൂടെ ശക്തിയുണ്ട്. കൃപ ലഭിച്ചവർ പലരും ഉണ്ട് ബൈബിളിൽ. സ്തോത്രം. പക്ഷെ ഇവിടെ വരുമ്പോൾ പൗലോസിനോട് പറയാണ്, അവിടെ കൃപ മാത്രമല്ല എൻ്റെ ശക്തിയും വ്യാപരിച്ചു. അത് നോയൽ ആയിക്കോട്ടെ, അബ്രഹാം ആയിക്കോട്ടെ, മോശ ആയിക്കോട്ടെ, അതേ കർത്താവിൻ്റെ അമ്മയായ മറിയ ആയിക്കോട്ടെ. പക്ഷെ ബാക്കിയൊന്നും കൂടെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, മറിയോട് പറയുന്ന കൃപ ലഭിച്ചവൾ. അപ്പോൾ കൃപയുണ്ട്. താഴെ പറയുന്നു അതേ പരിശുദ്ധൻ്റെ ശക്തി, സ്തോത്രം, അത് നിന്റെ മേൽ, പരിശുദ്ധൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമ്പോൾ ഒരു വിശുദ്ധ പ്രജ ജനിക്കുന്നു. അപ്പോൾ ശക്തിയും വന്ന്, സ്തോത്രം. പക്ഷെ പൂർണ്ണമായി വെളിപ്പെടുത്തിയത് പൗലോസിനോടാണ്. എന്താണ് ആ ശക്തിയും കൃപയും? എന്താണ്? ഹല്ലേലൂയ. എൻ്റെ നിമിത്തം നീ കഷ്ടം സഹിപ്പാൻ, എൻ്റെ നാമം നിമിത്തം നിങ്ങളെ ഉപദ്രവിക്കും, എൻ്റെ നാമം നിമിത്തം അത് നിങ്ങളെ നിന്ദിക്കും. എന്നെ നിന്ദിച്ചുവെങ്കിൽ നിങ്ങളെയും ചോദിക്കേണ്ട ആവശ്യമില്ല. സ്തോത്രം. യേശു താൻ തന്നെ സ്വന്തം ജനം നിന്ദിച്ചുവെങ്കിൽ നമ്മളെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കർത്താവിന് ഓരോ നിന്ദയും സഹിക്കുമ്പോൾ പറയാനുള്ളത്, അത് വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വന്നവരായിക്കോട്ടെ, കുടുംബമായി വന്നവരായിക്കോട്ടെ, സഭയ്ക്ക് എതിരായുള്ള കാര്യങ്ങളായിക്കോട്ടെ, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. പൗലോസ് പറയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ആത്മീയ വിഷയം അവിടെ ഉണ്ടായിരുന്ന കൃപ. ഈ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടത് ഒരു 21 ഉപവാസമോ 40 ഉപവാസം ഇരുന്നപ്പോഴല്ല, കല്ലേറ് കൊണ്ടിട്ട് അതേ അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായത്തിൽ അതേ ചരിത്രന്മാർ പറയുന്നത്, അവിടെ കല്ലെറിഞ്ഞു. യഹൂദന്മാർ വന്ന് അവനെ കല്ലെറിഞ്ഞു ലുസ്ത്രയിൽ വെച്ച്. ഹല്ലേലൂയ. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ എഴച്ചുകൊണ്ട് പോയി പട്ടണത്തിൽ പുറത്ത്. ശിഷ്യന്മാർ വന്നു, അവർ ഉപവസിച്ചില്ല, വെളിപ്പാട് കണ്ടുവന്നില്ല, വെളിപ്പാട് പറഞ്ഞില്ല, പ്രവചനം പറഞ്ഞില്ല. പക്ഷെ അവർ ചുറ്റും വചനം പറയുന്നത്, അവർ ചുറ്റും നിൽക്കയിൽ അവൻ എഴുന്നേറ്റു. ഒരു മനുഷ്യനും പ്രാർത്ഥിച്ചു പോലുമില്ല. എങ്ങനെ പ്രാർത്ഥിക്കുന്ന? പെട്ടെന്ന് ഈ അവസ്ഥ കണ്ട ആർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും?
പക്ഷേ ദൈവം പറയണ വചനം പറയുന്നു, അവർ ചുറ്റും നിൽക്കുകയും അതേ അവൻ എഴുന്നേറ്റ് വീണ്ടും കർത്താവിനെ വേലയും അവൻ പ്രയോജനപ്പെടുന്നവനായിത്തീർന്നു. സ്തോത്രം. പൗലോസ് പറഞ്ഞു, ഞാൻ മൂന്നാം സ്വർഗത്തിലും ദൈവത്തിന്റെ കൃപയാൽ ആത്മശക്തിയാൽ ഞാൻ എടുക്കപ്പെട്ടു. ആരെക്കുറിച്ച് അവിടെ പോയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആരെക്കുറിച്ച് പേര് പറയാൻ എനിക്കില്ല. ഒരു മനുഷ്യൻ പോയിന്നാ പറയുന്നത്, ഞാൻ പോലും പോയിന്ന് പറയുന്നില്ല. സ്തോത്രം. രണ്ടാമത് പറയുന്നു, അത് എൻ്റെ ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പൊ ജഡത്തിന്റെ വിഷയം അവിടെ എന്തുണ്ട്? ദൈവത്തിന് കൃപയുണ്ട്, ദൈവത്തിന് ശക്തി കർത്താവ് പകരുന്നു. ഈ ശക്തിയാൽ ആണീ പറഞ്ഞ ഏഷ്യ മൈനറിലും അത് യൂറോപ്പ് ഭൂഖണ്ഡത്തിന് ആദ്യമായി സുവിശേഷം അറിയിച്ച ഒരു കർത്തനാസാണ് പൗലോസും ശീലാസും. ഹല്ലേലൂയ. അവിടെ പോയി ആ ദേശത്തും അതേ അവിടെ എല്ലാം പോയി സുവിശേഷം അറിയിച്ചു, സഭകൾ സ്ഥാപിച്ചു. എങ്ങനെ? ഈ ഹല്ലേലൂയ കുറുതായ മനുഷ്യൻ അല്ലെ ജീവിതത്തിൽ അതേ ശരീരത്തിൽ മുഴുവൻ കഷ്ടങ്ങളും ഭാരമുള്ള മനുഷ്യൻ താൻ പറയും തന്നെ കൊണ്ട് കർത്താവിന്റെ കൃപയാലും ശക്തിയാലും വേല ചെയ്യിപ്പിച്ചു. അനേകരെ ബലപ്പെടുത്തുവാൻ, അനേകരെ ശക്തിരിപ്പാൻ, അത് വീണ്ടും സഭകൾ പോയി അവരെ ബലപ്പെടുത്തുവാനൊക്കെ ദൈവാത്മാ തന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത് പറഞ്ഞു, ഞാൻ മൂന്നാം പ്രാവശ്യം നിങ്ങളോട് 14 വാക്യം തന്നെ 12:14 അതേസമയം മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതെൻ്റെ താല്പര്യമാണ്, എൻ്റെ ഹൃദയത്തിലെ താല്പര്യമാണ്. അതേസമയം എൻ്റെ ജഡത്തിൻ്റെ അല്ല, ആത്മാവിൻ്റെ അല്ല, എൻ്റെ ഹൃദയത്തിലെ മാനസികമായ ഒരു താല്പര്യം. അതാണ്. അപ്പോൾ ആത്മാവ്, ദേഹം, ദേഹി, ഈ 3 കാര്യങ്ങളും കൂടിയാണ് താൻ ഉൾപ്പെടുത്തി പറയുന്നത്. 13-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നു, കർത്താവായ യേശു തന്നെ നിങ്ങളുടെ ആത്മാവിനും ദേഹത്തെയും ദേഹിയും അനുഗ്രഹിക്കുമാറാകട്ടെ. അശേഷം പ്രൈസ് ദി ലോർഡ്. അപ്പോൾ താൻ പറയണത്, ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങളുടെ അടുക്കൽ വരും എനിക്ക് ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തെ ദൈവം നിവർത്തിച്ച് കൊടുത്തു. തടസ്സങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ തടസ്സങ്ങളെ ദാവീദ് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ദൈവത്താൽ. സ്തോത്രം. എൻ്റെ പ്രാർത്ഥന ബലം കൊണ്ടല്ല, എൻ്റെ ഉപാസന ബലം കൊണ്ടല്ല, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കുമെന്ന് അതേ ഹല്ലേലൂയ പഴയ നിയമർ അവർ വിശുദ്ധന്മാരുടെ കൂടെ ചേർന്ന് പൗലോസും പറയുന്നത് അവൻ്റെ കൃപയാ. സ്തോത്രം. ഈ കർത്താവ് വിശ്വസ്തനാണ്. അന്ന് കൃപ പകർന്നു, ശക്തി പകർന്നാൻ ഇന്നയോളം ഇന്നും നമുക്ക് ഓരോരുത്തർക്കും ആ കൃപയും ശക്തിയും നൽകിയിട്ടാണ് ആലയിൽ നമ്മൾ വന്നത്. നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ടില്ല, പൂർണ്ണ സൗഖ്യം ഉണ്ടായിട്ടില്ല. സ്തോത്രം. ഞാൻ പറയാറുണ്ട്, ക്യാൻസർ രോഗികൾ പലരും അതേ ആലയത്തിൽ വരുന്നത് കർത്താവിൻ്റെ കൃപ, ഈ കൃപയും ഈ ആത്മശക്തി പ്രാപിച്ചാണ് അവർ ആലയത്തിൽ വന്ന് കർത്താവിനെ ആരാധിക്കുന്നത്. ക്യാൻസർ ലോകത്തിൽ ഒരു ക്യാൻസർ, ഒരു വിശ്വാസിയായ ക്യാൻസർ രോഗിക്ക് മാത്രമേ വേറൊരു ക്യാൻസർ രോഗിക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്ന് തർപ്പിച്ച് ഉറപ്പിച്ചും അതേ പകൽ ഒന്നും കൂടി ഞാൻ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ഞാൻ അനുഭവിച്ച കാരണം എൻ്റെ മമ്മിക്ക് അതേ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായിരുന്നു. 14 വർഷം സ്തോത്രം മമ്മി സഹിച്ചു, മരിച്ചു. അതോടെ തന്നെ മരിച്ചു, സൗഖ്യം പ്രാപിച്ചില്ല എന്നും പറഞ്ഞ് സ്വർഗത്തിൽ എത്താതിരിക്കുമോ? ഇല്ല. ആൾക്കാർക്ക് പലതുകൊണ്ട് പറയാൻ. പ്രൈസ് ദി ലോർഡ്. പിന്മാറ്റക്കാരൻ അപ്പൻ്റെ അടിയും ഇടിയും അത് കൂടാതെ, ഈ വേദന കൂടാതെ എൻ്റെ അപ്പൻ മമ്മിയെ കാരണം ഗുളിക കഴിക്കില്ലായിരുന്നു. അതിന് കാരണക്കാർ സ്തോത്രം നമ്മുടെ ഭാര്യപിനും യോനാചായൻ കാരണക്കാർ. മമ്മി ഗുളിക കഴിക്കാത്ത കാരണക്കാർ യോനാചായനും പീച്ചി അപ്പച്ചൻ സ്തോത്രം IPCയിലെ കെ വർഗീസ് പാസ്റ്റർ ഇപ്പോഴും 93 വയസ്സായി. ഈ കഴിഞ്ഞ ഡിസംബർ 25 93 വയസ്സായി. ആ കർത്തദാസൻ 40 വർഷമായി കാലിൽ ഒരു ചില്ലുകുപ്പി കൊണ്ടിട്ട് സൗഖ്യം പലരെ ആക്കിത്താൻ. പക്ഷെ തൻ്റെ കാലിൽ 40 വർഷം മുമ്പേ ആ ചില്ല് കൊണ്ടിട്ട് ഇപ്പോഴും ഇന്നും താൻ തന്നെ ഡ്രസ്സ് ചെയ്യുക, ഗുളിക കഴിക്കാതെ. തൻ്റെ ഭാര്യ അമ്മച്ചിയെ താനാണ് ശുശ്രൂഷിക്കുന്നത്. 93 വയസ്സായ അപ്പച്ചൻ. ഇവരൊക്കെ അത് കാരണം. പിന്നെ വൈപ്പാപ്പച്ചൻ പാസ്റ്റർ സ്തോത്രം. മാത്രം ഷാരോണിൽ താൻ ബൈബിൾ സ്കൂളിൽ പഠിച്ച ഹല്ലേലൂയ സ്തോത്രം PT തോമസ് സാറ് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ താൻ പറയുന്ന ഒരു സാക്ഷ്യം കൂടി പറയാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതേ പാസ്റ്റർ സാറ് എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണം, അവരുടെ ജീവിതത്തിൽ അവർ വിശ്വാസം വേണ്ടി ഇറങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് അതേ എല്ലാം നാട്ടിൽ നിന്ന് അവർ പുറത്താക്കി. ആ കാലങ്ങളിൽ മുടി വെട്ടാൻ വേണ്ടി സ്പെഷ്യലിസ്റ്റ് ആൾക്കാർ അല്ലേ ഉള്ളൂ, എല്ലായിടത്തും കടയില്ലല്ലോ ഇന്നത്തെ പോലെ. സ്തോത്രം. അപ്പോൾ കടയിൽ പോയി അവർ വീട്ടിൽ നിന്ന് നാട്ടിന് പുറത്താക്കിയപ്പോൾ വാഴത്തോപ്പിൽ വൈകിട്ട് സമയം റാന്തൽ കത്തിച്ച് അല്ലെങ്കിൽ ചൂട്ട് കത്തിച്ചാണ് അപ്പച്ചൻ പോയി വെട്ടി കൊടുക്കുന്നത്. നാട്ടുകാർ സമ്മതിക്കില്ല. സ്തോത്രം. ആദ്യമൊക്കെ പുറത്താക്കിയപ്പോൾ കടക്കാരൻ വന്ന് ചെയ്യുമായിരുന്നു, പിന്നെ കടക്കാരനെ മുടക്കി. മുടി വെട്ടണ്ടേ? ആ സ്ഥാനത്ത് 10, 20, 50 വർഷം കഴിഞ്ഞപ്പോൾ നമ്മുടെ മക്കൾ, നിങ്ങൾ ഇവിടുത്തെ കാര്യമല്ല, പൊതുവെ പെന്തക്കോസ്തുകാർ, നമ്മുടെ മക്കളും കൊച്ചുമക്കൾ ഇപ്പോൾ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് 500 രൂപ, കുറഞ്ഞത് 500 രൂപ മുടക്കി ആണ് സ്റ്റൈൽ അടിക്കുന്നത്. സ്തോത്രം. അവരാ കഷ്ടങ്ങൾ മറന്നുപോയി. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അത് ദൈവാത്മാവ് അപ്പോൾ ഓർപ്പിക്കണം, അത് എൻ്റെ കൃപ നിനക്ക്
മതി. എൻ്റെ ശക്തി എവിടെയാ? ബലഹീനമേ തികഞ്ഞു വരും. ബലഹീനനാകുമ്പോൾ, നാം ബലഹീനനാകുമ്പോൾ, അത് ഒറ്റയ്ക്കായിക്കോട്ടെ, കുടുംബമായിക്കോട്ടെ, സഭയായിക്കോട്ടെ, ബലഹീനത അനുഭവിക്കുമ്പോൾ അയ്യോ കർത്താവെ സഹായിക്കണമേ, പിതാവേ സഹായിക്കണമേ എന്ന് നാം പ്രാർത്ഥിക്കുന്ന നിമിഷത്തിലാണ് അവന് ശക്തി പകർന്നത്. എന്തിനു വേണ്ടി? ഈ ഏത് ലജ്ജകരമായ അവസ്ഥ, ഏത് വലിയ ഭാരങ്ങളായിക്കോട്ടെ, അതിനെ സഹിപ്പാനുള്ള ശക്തി ദൈവാത്മാവ് നമുക്ക് നൽകുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അത് അത് ക്ഷീണിച്ച് പോകാതെ, ഭാരപ്പെട്ട് പോകാതെ, പ്രൈസ് ദി ലോർഡ്, എന്തൊക്കെ വന്നാലും കർത്താവിൻ്റെ കൂടെ ഉണ്ടല്ലോ. കർത്താവ് ഇതെല്ലാം സഹിച്ചു. അവൻ സഹിച്ചിട്ട് അത് താൻ ഒന്നും മിണ്ടാതെ, അതേ കൊല്ലുവാൻ കൊണ്ടുവന്ന കുഞ്ഞാനെ പോലെ അവൻ മിണ്ടാതിരുന്നു, വായെ തുറക്കാതിരുന്നു എന്ന് വചനം പറയുന്നു. സ്തോത്രം. അവൻ ദൈവമക്കളെ, ഈ നാളുകൾ 2025 ഈ ദേശത്തെ പിടിച്ചെടുക്കുവാൻ നമ്മെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അത് പൂർണ്ണമായി ചെയ്യുവാൻ. ചില സംഭവങ്ങൾ സംഭവിച്ചു എന്നും പറഞ്ഞ് അത് അടങ്ങിയിരിക്കാനല്ല, ഭയപ്പെട്ടിരിക്കാൻ വേണ്ടിയല്ല, മാറി നിൽപ്പാൻ വേണ്ടിയല്ല, ഞങ്ങൾ മുന്നേറും. പ്രൈസ് ദി ലോർഡ്. കാരണം എന്താണ്? മുന്നേറും. മരിച്ചു എന്ന് ജനമെല്ലാം പറഞ്ഞ സ്ഥാനത്ത് യേശു 3-ാം നാൾ താൻ പറഞ്ഞ പോലെ അവൻ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പിന്റെ ശക്തിയാണ് കർത്താവ് നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. അവർ എന്ത് പറഞ്ഞു? യേശു താൻ തന്നെ പറഞ്ഞു ഞാൻ മരിക്കും. അവരും പറഞ്ഞു മരിച്ചു, ഇനി വരില്ല. സ്തോത്രം. പക്ഷേ അവരെ അല്ല, ആ പ്രവചനങ്ങളെ മാറ്റിക്കൊണ്ട് യേശുവിൻ്റെ പ്രവചനം കർത്താവ് നിവർത്തിച്ചു. ആ കർത്താവ് ഇന്നും പറയാനുള്ള. സ്തോത്രം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അതേ ദിവസം മൂടിപ്പോയാലും, പ്രൈസ് ദി ലോർഡ്, അതിനെ എഴുന്നേൽപ്പിക്കുന്ന ദിവസമുണ്ട് എന്ന് ദൈവദാസൻ പറഞ്ഞ ആ വലിയ ശക്തമായ, എന്നാൽ അല്പം സമയം കൊണ്ട് പറഞ്ഞ ആ വചനത്തോട് അല്ലെങ്കിൽ ആ ആലോചന ചേർന്ന് ഞാനും കൂടി ഓർപ്പിച്ച് തർപ്പിച്ച് പറയട്ടെ, നമുക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവുണ്ട്. അതിനുവേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുവാൻ സഭയായും കുടുംബമായും അത് വ്യക്തിപരമായും ദൈവാത്മാവ് ഈ നാളുകൾ നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ വചനം കൊണ്ട് കർത്താവ് നമ്മൾ അനുഗ്രഹിക്കുന്ന സമയം നൽകിയ ദൈവദാസൻ നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായി ഞാൻ എപ്പോഴും ഇടയ്ക്ക് ഓർപ്പിക്കുന്ന കാര്യങ്ങൾ, ഒരു മുൻപരിചയം ഇല്ലാതെ പല സഭകൾ പോകുമ്പോൾ അതിഥി സൽക്കാരം മറക്കരുത് എന്നൊരു കൽപ്പനയാണ്. പഴയ നിയമവും പുതിയ നിയമവും ഒരുപോലെ, അതിഥി സൽക്കാരം മറക്കരുത്. പക്ഷെ പല സഭകളിൽ നിന്ന് മറന്നുകൊണ്ടിരിക്കുക. കർത്തദാസൻ അത് ഓർത്ത് സ്തോത്രം അത് ചെയ്യുവാനുള്ള മനസ്സ് തനിക്ക് നൽകിയതൊക്കെ ദൈവത്തെ സ്തുതിക്കും. കർത്താവ് ധാരാളമായി തന്നെയും കുടുംബത്തെയും ദൈവസമയം അനുഗ്രഹിക്കട്ടെ. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ.